ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് സൈഡ് ഓപ്പൺ കുർത്തി ഓൾട്രേഷൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് റെഡിമെയ്ഡായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള കുർത്തി ആദ്യം നിവർത്തി വെക്കുക. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ അളവിൻ്റെ കുർത്തി സെയിം നമ്മളെ ഏത് അളവാണ് നമുക്ക് വേണ്ടത് ആ അളവിൻ്റെ കുർത്തി നമ്മൾ വിരിച്ച് വെക്കുക. അതിൻ്റെ നേരെ മേലെയായിട്ട് എന്നിട്ട് ആദ്യം നമ്മളതിൻ്റെ സ്ലീവ് ഒന്നിച്ച് ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അളവനുസരിച്ച് നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമ്മൾ ജോയിൻ്റ് ചെയ്ത് വരച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബോഡി പാർട്ട് ചെയ്യുന്നത്. രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ അളവ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക. ഓൾട്രേഷൻ ചെയ്യാൻ ഒട്ടും അറിയാത്തവർക്കും ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അളവൊന്നും തെറ്റാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. മേലെ നമ്മൾ വെച്ചിരിക്കുന്ന അളവിൻ്റെ സ്റ്റിച്ചിങ് പോകുന്ന അതേ സെയിം അളവിലൂടെ നമ്മൾ പോയിൻ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് വരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അളവൊന്നും ഒട്ടും മാറുകയില്ല. ഇങ്ങനെ സ്ലീവ് രണ്ടും വരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബോഡി ചെയ്യുന്നത്. രണ്ട് സ്ലീവും ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബോഡി ചെയ്യാവുന്നതാണ്. ബോഡി ചെയ്യാനായിട്ട് കുർത്തി രണ്ടും നിവർത്തി വിരിച്ചിട്ടതിന് ശേഷം അളവിൻ്റെ സ്റ്റിച്ചിനനുസരിച്ച് നമ്മൾ പുതിയ കുർത്തിയിൽ വരച്ചെടുക്കണം. അത് നമ്മൾ സൈഡ് ഓപ്പൺ ഉള്ള കുർത്തി ആയതുകൊണ്ട് സൈഡ് ഓപ്പണിൻ്റെ ഭാഗം വരെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അവിടെ വരെ നമ്മൾ ഷേപ്പായിട്ട് രണ്ട് സൈഡും ഇതുപോലെ വരച്ചെടുക്കണം. ഈ ഒരു സൈഡ് വരച്ചെടുത്തതിന് ശേഷം നേരെ നിവർത്തി വിരിച്ച് മറ്റേ സൈഡും നമ്മൾ അതുപോലെ തന്നെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വലിച്ചു പിടിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ അളവിൽ തന്നെ സെയിമായിട്ട് കിട്ടുകയില്ല. നന്നായിട്ട് വിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പോയിൻ്റിട്ട് അത് ആദ്യം സ്ലീവ് ചെയ്ത പോലെ തന്നെ നമ്മൾ പോയിൻ്റിട്ട് വരച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും അളവെടുത്ത് ചെയ്യാൻ അറിയാത്തവർക്കും ഇതുപോലെ ആൾട്ടറേഷൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വരച്ചെടുത്ത ഈ ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി പ്രത്യേകിച്ച് നമുക്കിതിലൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ രണ്ട് ഭാഗവും ചോക്ക് ഉപയോഗിച്ച് വരച്ചതിന് ശേഷമാണിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വരയിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം സ്ലീവിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റിച്ച് നല്ല രീതിയിലാണോ വരുന്നത് എന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതാണ്. ഇതിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചിരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം കാണാം. സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്ത് വരുമ്പോൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ തൊട്ട് മേലെയായിട്ട് നമ്മൾ സ്റ്റിച്ച് നിർത്തണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ചുളിവ് വരും. നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് ഷേപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നന്നായിട്ട് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.